ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു സംഭവം ഇത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബറായ നിതിൻ കൃഷ്ണ നമുക്ക് അയച്ചു തന്ന ഒരു ഹൊറർ സ്റ്റോറിയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനേ സാധിക്കില്ല. പറ്റുമെങ്കിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. തീർച്ചയായും ഈ കഥയ്ക്കുള്ളിലേക്ക് നിങ്ങളും കടന്നു പോകും. 1750-നും 1800-നും ഇടയിലുള്ള ഒരു കാലഘട്ടം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഹോസ്പിറ്റൽ ഇവിടെ പണിയുന്നതിന് മുൻപ് ഈ സ്ഥലം ലൂസി എന്ന ക്രൂരയായ ഒരു റാണിയുടെ അധീനതയിലായിരുന്നു. എല്ലാവരും അവരെ ലൂസി മിസ്ട്രസ് എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവർക്കും അവരെ വലിയ ഭയവുമായിരുന്നു. കാരണം ആ സ്ത്രീ ഒരു മാന്ത്രിക ശക്തിയുള്ള മന്ത്രവാദിനിയായിരുന്നു. തൻ്റെ യൗവനം എക്കാലവും നിലനിർത്താൻ വേണ്ടി അവർ സ്ത്രീകളെ ക്രൂരമായി കൊന്ന് അവരുടെ ചോര കുടിക്കുമായിരുന്നു. അടിമ കച്ചവടം സജീവമായിരുന്ന ആ കാലത്ത് ലൂസി മിസ്ട്രസ് ഒരുപാട് പുരുഷന്മാരെ അടിമകളാക്കി വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അതിലൊക്കെ ഉപരി ഈ പുരുഷന്മാരുടെ ചോര ഉപയോഗിച്ചായിരുന്നു അവരവരുടെ ഹൈ ഹീൽസ് ചെരുപ്പുകൾ പോളിഷ് ചെയ്തിരുന്നത്. സത്യത്തിൽ അത് ചുവന്ന നിറമുള്ള ഹീൽസ് ആയിരുന്നില്ല, മറിച്ച് കണ്ണാടി കൊണ്ടുള്ള ഗ്ലാസ് ഹീൽസ് ആയിരുന്നു. തൻ്റെ അടിമകളെ സ്വന്തം കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും തെറിക്കുന്ന ചോര ആ ഗ്ലാസ് ഹീൽസിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ അത് ചോര പുരണ്ട ഹീൽസായി മാറി. കാലക്രമേണ ആളുകൾ അതിനെ റെഡ് ഹീൽസ് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ റിച്ചാർഡ് ചോദിച്ചു, ആ സ്ത്രീ മെന്റൽ ആയിരുന്നോ? റിച്ചാർഡ് ചോദിച്ചതുപോലെ ഒരു പക്ഷേ ആ സ്ത്രീക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവരിൽ ഡോമിനന്റ് മൈൻഡ് വളരെ കൂടുതലായിരുന്നു. അതായത് താൻ എല്ലാവരുടെയും മുകളിലാണെന്ന ഒരു തരം അഹങ്കാരം. അന്നത്തെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ തൻ്റെ വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സ്ത്രീ അടിമകളെ വൻതോതിൽ വാങ്ങിക്കൂട്ടി. പക്ഷേ ലൂസി മിസ്ട്രസിന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു. ഒരിക്കൽ ഒരു അടിമയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിനിടയിൽ ആ അടിമ ലൂസി മിസ്ട്രസിന്റെ കഴുത്തിൽ കയറി കടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവൻ അവരുടെ തൊണ്ട കടിച്ച് പുറത്തേക്കെടുത്തു. ഈ ഒരു മരണത്തിന് ശേഷമാണ് ആ റെഡ് ഹീൽസിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ഹീൽസിന്റെ യഥാർത്ഥ പ്രേത കഥ തുടങ്ങുന്നത്. ഇവിടെ രാത്രി 7 മണി മുതൽ പുലർച്ചെ 4 മണി വരെ അതിഭയങ്കരമായ പ്രേതബാധയോ നിഗൂഢമായ സംഭവങ്ങളോ നടക്കാറുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ആരും മുറിയുടെ പുറത്ത് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൈമൺ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡയാന കടന്നു വരുന്നത്. അവൾ നേരെ വന്ന ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, പാത്തോളജിസ്റ്റ് എത്രയും പെട്ടെന്ന് നിങ്ങളെ അവരുടെ ലാബിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഡോക്ടർ സൈമണും റിച്ചാർഡും നേരെ സീതാലക്ഷ്മിയുടെ ലാബിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവൾ ആ 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഡോക്ടർ സൈമണിന്റെ കൈകളിലേക്ക് കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ റിച്ചാർഡ് ചോദിച്ചു, ഇതെന്താ 2 ഓട്ടോപ്സി റിപ്പോർട്ടുകളോ? അതിന് മറുപടിയായി സീതാലക്ഷ്മി പറഞ്ഞത്, ഒന്ന് ഒറിജിനലും മറ്റൊന്ന് വ്യാജവുമാണ്. കാര്യം മനസ്സിലാകാതെ റിച്ചാർഡ് സൈമണോട് ചോദിച്ചു, സൈമൺ, എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇപ്പോൾ സൈമൺ അവർ കാര്യം വിശദീകരിച്ചു കൊടുത്തു. മരണങ്ങൾ പല തരത്തിലുണ്ട്, പക്ഷെ അതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു മരണമുണ്ട്. അതാണ് ദുരൂഹ മരണം. ദുരൂഹ മരണമോ? അതെന്താ? ഇങ്ങനെ റിച്ചാർഡ് വീണ്ടും ചോദിച്ചു. അതിന് സീതാലക്ഷ്മി നൽകിയ മറുപടി ഇതായിരുന്നു, ഒരു വ്യക്തിയുടെ മരണകാരണം എന്താണെന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളെയാണ് പൊതുവെ നമ്മൾ ദുരൂഹ മരണം എന്ന് പറയുന്നത്. തുടർന്ന് സൈമൺ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരം ദുരൂഹ മരണങ്ങളിൽ 80% നടക്കുന്നത് ആത്മാക്കളുടെയോ പ്രേതങ്ങളുടെയോ ഒക്കെ ഇടപെടൽ കൊണ്ടാണ്. പക്ഷെ ശാസ്ത്രീയമായി നമുക്കത് തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ നമ്മൾ ഒരു വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി തയ്യാറാക്കുന്നത്. റിച്ചാർഡിന്റെ മനസ്സിൽ ഉടനെ അടുത്ത ചോദ്യം ഉയർന്നു, അങ്ങനെയാണെങ്കിൽ റാംബോയെ കൊന്നതും ഈ ആത്മാക്കൾ തന്നെയാണോ? അതെ എന്ന് സീതാലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് അവൾ ഒരു വഴിയും നിർദ്ദേശിച്ചു, എനിക്ക് മൂർത്തി എന്ന പേരുള്ള ഒരു കസിൻ ഉണ്ട്. ചിലപ്പോൾ ഇക്കാര്യത്തിൽ അവന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ റിച്ചാർഡിന് അപ്പോഴും സംശയമായി, നമ്മൾ എന്തിനാണ് അയാളുടെ സഹായം തേടുന്നത്? അതിന് സീതാലക്ഷ്മി നൽകിയ മറുപടി ഇതായിരുന്നു, അവനൊരു ഗോസ്റ്റ് ഹണ്ടറാണ്. ഗോസ്റ്റ് ഹണ്ടർ അതായത് തൻ്റെ മെഷീനുകൾ ഉപയോഗിച്ച് ആത്മാക്കളെയും പ്രേതങ്ങളെയും ഒക്കെ കുടുക്കുന്ന ഒരാൾ. കാര്യങ്ങൾ കേട്ട ശേഷം ശരി എങ്കിൽ ഞങ്ങൾ പോയി അവനെ കാണാമെന്നും പറഞ്ഞ് സൈമൺ സമ്മതിച്ചു. അങ്ങനെ അവർ നേരെ മൂർത്തിയുടെ റിസർച്ച് സെന്ററിലേക്ക് എത്തി. അവരെ കണ്ടതും മൂർത്തി പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, അതിനുള്ള പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ റിച്ചാർഡ് അത്ഭുതത്തോടെ ചോദിച്ചു, പരിഹാരമോ? എന്താണത്? മൂർത്തി ഒരു ഉപകരണം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഗോസ്റ്റ് ട്രാക്കർ.
ഇത് ഓൺ ചെയ്താൽ നെഗറ്റീവ് എനർജി എവിടെയാണുള്ളതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇതിൽ ചുവന്ന ലൈറ്റ് കത്തും. പക്ഷേ ഇവിടെ ഒരിക്കലും ആ റെഡ് ലൈറ്റ് കത്തില്ല. അത് കേട്ടപ്പോൾ റിച്ചാർഡ് അതിശയത്തോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ? അതിന് മൂർത്തി നൽകിയ മറുപടി ഇതായിരുന്നു, ഈ സ്ഥലം ഒരു ആൻറ്റി സ്പിരിറ്റ് സോണാണ്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് എനർജിക്കും ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ട്രാക്കർ മെഷീനിൽ എപ്പോഴും വൈറ്റ് ലൈറ്റ് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് മൂർത്തി ആ മെഷീൻ ഓൺ ചെയ്തു. പക്ഷെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അതിൽ കത്തിയത് ചുവന്ന ലൈറ്റായിരുന്നു. അത് കണ്ടതും സൈമൺ ചോദിച്ചു, ഇവിടെ ഒരിക്കലും റെഡ് ലൈറ്റ് കത്തില്ല എന്നല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? പെട്ടെന്നുണ്ടായ ആ മാറ്റത്തിൽ പകച്ചുപോയ മൂർത്തി ഇപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത നിമിഷം ആ മെഷീനിൽ നിന്നും പെട്ടെന്ന് തീയും പുകയും ഉയരാൻ തുടങ്ങി. അപകടം മണത്ത മൂർത്തി ഉറക്കി വിളിച്ചു പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ വേഗം രക്ഷപ്പെടൂ, ഓടിക്കോ. അങ്ങനെ ആ റിസർച്ച് സെന്ററിൽ നിന്നും എല്ലാവരും എങ്ങനെയൊക്കെയോ ഓടി പുറത്തേക്ക് കടന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ കെട്ടിടം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഭയന്നുപോയ റിച്ചാർഡ് ചോദിച്ചു, ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നത്? അതിന് മൂർത്തി നൽകിയ മറുപടി വളരെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എനിക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ പിശാച് അല്ലെങ്കിൽ ഒരു പുതിയ ദുഷ്ടശക്തി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഞെട്ടൽ നിന്നും മാറും മുൻപ് റിച്ചാർഡും സൈമണും അവരുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷെ അന്നത്തെ രാത്രി വിചിത്രമായ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. സാധാരണ കേൾക്കാറുള്ള ആ ഹീൽസിൻ്റെ ശബ്ദം പോലും അന്ന് അവർ കേട്ടില്ല. എന്നാൽ കൃത്യം അർദ്ധരാത്രി 12 മണിയായപ്പോൾ അവിടെ ഒരു പുരുഷന്റെ ദയനീയമായ നിലവിളി ശബ്ദം കേട്ടു. അത് കേട്ട് പരിഭ്രാന്തനായ റിച്ചാർഡ് സൈമണോട് ചോദിച്ചു, സൈമൺ, ഇതാരുടെ ശബ്ദമാണ്? ആരാ അത്? ഇപ്പോൾ സൈമൺ പറഞ്ഞു, അത് ഫസിലാണ്. അവനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവളെ കൊന്നത് ഞാനാണ്, അവൾ വരുമെന്നൊക്കെ സ്വയം പറഞ്ഞ് അവനിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേട്ടപ്പോൾ റിച്ചാർഡിനൊരു സംശയമായി. ആരാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്? ഇതിന് സൈമൺ നൽകിയ മറുപടി ഇതായിരുന്നു, ഫസലിൻ്റെ സ്വന്തം കൂട്ടുകാരൻ തന്നെയാണ് അവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവൻ്റെ പേര് അജ്മൽ എന്നാണ്. റിച്ചാർഡ് ഉടനെ തന്നെ സൈമണോട് പറഞ്ഞു, എങ്കിൽ നാളെ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. സൈമൺ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കൃത്യം പകൽ 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയപ്പോൾ അജ്മൽ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയ അജ്മൽ ചോദിച്ചു, ഡോക്ടർ, എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇതിന് റിച്ചാർഡ് നൽകിയ മറുപടി, എനിക്ക് ഫസലിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്നായിരുന്നു. അതോടെ അജ്മൽ അവരുടെ ഭൂതകാല കഥ പറയാൻ തുടങ്ങി. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസലിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്. ഫസൽ ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അനാഥാലയത്തിലെ കുട്ടിയായിരുന്നു. അവൻ ഉമ്മയും വാപ്പയും ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ ഈ സുഹൃത്ത് ബന്ധത്തിൽ എൻ്റെ വീട്ടുകാർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഫസലുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ അവർ പലതവണ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വകവച്ചില്ല. +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും ഒരേ കോളേജിലാണ് ചേർന്നത്. അക്കാലത്ത് അവൻ്റെ അടുത്ത് ഒരു ഡ്യൂക്ക് ബൈക്കും എൻ്റെ അടുത്ത് ഒരു ബുള്ളറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫസലിൻ്റെ ബൈക്ക് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് പോയി ഇടിച്ചു. വണ്ടി ഇടിച്ച് ബോധം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ ഫസലും അജ്മലും ചേർന്ന് ഉടൻ തന്നെ അടുത്തുള്ളൊരു ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് നേഴ്സ് വന്ന് അവരോട് ചോദിച്ചു, ആർക്കെങ്കിലും AB പോസിറ്റീവ് ബ്ലഡ് ഉണ്ടോ എന്ന്. അടിയന്തരമായി വേണം. അത് കേട്ടതും ഫസൽ മുന്നോട്ട് വന്ന് പറഞ്ഞു, എൻ്റെ ബ്ലഡ് AB പോസിറ്റീവാണ്. അങ്ങനെ ഫസൽ ആ പെൺകുട്ടിക്ക് രക്തം നൽകി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾക്ക് ബോധം തിരികെ കിട്ടി. ഇതറിഞ്ഞ് ഫസലും അജ്മലും അവളെ കാണാനായി ആ മുറിയിലേക്ക് ചെന്നു. അവളെ കണ്ടതും ഫസൽ പതിയെ വിളിച്ചു, ഹായ്. അപ്പോൾ അവൾ തിരികെ ചോദിച്ചു, ഫസലിക്ക അല്ലേ? അതിന് അതെ, എന്നെ അറിയാമോ? ഇങ്ങനെ ഫസൽ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഫസലിക്കായെയും അറിയാം, അജ്മലിക്കായെയും അറിയാം. എനിക്ക് നിങ്ങൾ 2 പേരുടെയും ബൈക്ക് സ്റ്റൺസ് ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ ഫസൽ ചോദിച്ചു, അതിരിക്കട്ടെ, തൻ്റെ പേരെന്താണ്? രോഹിത എന്നവൾ മറുപടി പറഞ്ഞു. ഇപ്പോൾ ഫസൽ അവളോട് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച വിവരം വീട്ടിൽ അറിയിക്കണ്ടേ? അതിന് രോഹിത നൽകിയ മറുപടി ഇതായിരുന്നു, വീട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. ശരിക്കും അവിടെയായിരുന്നു ഫസലിൻ്റെയും രോഹിതയുടെയും പ്രണയത്തിൻ്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് അവർക്ക് പരസ്പരം പിരിയാൻ കഴിയാത്തത്ര പ്രണയത്തിലാവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രോഹിത ഫസലിനോട് ചോദിച്ചു, നമുക്ക് കല്യാണം കഴിച്ചാലോ? പക്ഷെ ഫസലിന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു, നമ്മുടെ പഠിത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനവൾ പറഞ്ഞത്, അതിനെന്താ,
എൻ്റെ പപ്പയും മമ്മിയും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. എങ്കിലും ഫസിൽ തൻ്റെ അടുത്ത സംശയം വീണ്ടും പങ്കുവച്ചു. എൻ്റെ മതം നിന്റെ കുടുംബത്തിന് ഒരു പ്രശ്നമാകുമോ? ഇപ്പോൾ രോഹിത് അവന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. മമ്മി ക്രിസ്ത്യനും പപ്പ ഹിന്ദുവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതം ഒന്നും വീട്ടിൽ ഒരു വിഷയമേ ആകില്ല. ഫസിലുമായിട്ടുള്ള ഈ പ്രണയബന്ധം രോഹിത ഒടുവിൽ തൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. എന്നാൽ അവൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. അവളുടെ വീട്ടുകാർ ആ ബന്ധത്തെ പൂർണ്ണമായും എതിർത്തു. ഒരു മുസ്ലിം യുവാവുമായുള്ള ബന്ധത്തിന് അവളുടെ കുടുംബം ഒട്ടും അനുകൂലമായിരുന്നില്ല. വീട്ടുകാർ വിസമ്മതിച്ചതോടെ അന്ന് രാത്രി തന്നെ രോഹിത തൻ്റെ വീട് വിട്ടിറങ്ങി നേരെ ഫസിലിൻ്റെ അടുത്തേക്ക് ചെന്നു. തുടർന്നവർ രണ്ടുപേരും ബൈക്കിൽ എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്ര തിരിച്ചു. യാത്രയ്ക്കിടയിൽ രോഹിത ഫസിലിനോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? നിങ്ങളുടെ മുഖഭാവം കണ്ടാൽ തോന്നും വീട് വിട്ടിറങ്ങി വന്നത് ഞാനല്ല നിങ്ങളാണെന്ന്. ഇപ്പോൾ വളരെ സങ്കടത്തോടെ ഫസിൽ മറുപടി നൽകി, ആർക്കും വേണ്ടാത്ത ഒരു അനാഥനാണ് ഞാൻ. അതുകൊണ്ടല്ലേ എൻ്റെ ഉപ്പയും ഉമ്മയും വരെ എന്നെ ഉപേക്ഷിച്ചു പോയത്. അവരെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഓർമ്മ പോലും എനിക്കില്ല. പക്ഷേ നീ ഇപ്പോൾ എനിക്ക് വേണ്ടി നിന്റെ സ്വന്തം വീട് വരെ ഉപേക്ഷിച്ചു വന്നില്ലേ? ഫസിൽ വിഷമിക്കുന്നത് കണ്ട് അവനെ ആശ്വസിപ്പിക്കാനായി രോഹിത പറഞ്ഞു, നിങ്ങൾ ചുമ്മാ സെൻറ്റിമെൻ്റലാകാതെ നമുക്കൊരു പാട്ടും പാടി വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കാം. അതോടെ അവൻ ബൈക്കിൻ്റെ വേഗത കൂട്ടി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലായിരുന്നു അപ്പോൾ അവരുടെ ആ ബൈക്ക് കുതിച്ചു പാഞ്ഞിരുന്നത്. അതിനിടയിൽ രോഹിത ഫസിലിനോട് ചോദിച്ചു, ഇപ്പോൾ സമയം എത്രയായി? രോഹിത ചോദിച്ചപ്പോൾ ഫസിൽ തൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം കൃത്യം അർദ്ധരാത്രി 12 മണി. തൊട്ടടുത്ത നിമിഷം ആ ബൈക്ക് ഭീകരമായ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട് ബൈക്കിൽ നിന്നും രോഹിതയും ഫസിലും റോഡിലേക്ക് തെറിച്ചു വീണു. ആ സമയത്ത് തന്നെ അതുവഴി പാഞ്ഞുപോയൊരു ട്രക്ക് രോഹിതയുടെ തലയിലൂടെ കയറിയിറങ്ങി. തൻ്റെ കൺമുന്നിൽ വെച്ച് ആ ദാരുണമായ കാഴ്ച ഫസിലിന് കാണേണ്ടി വന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ പ്രാണനും പ്രണയവും എല്ലാം ഇല്ലാതായി. അന്ന് സംഭവിച്ച ആഘാതം കാരണമാണ് ഇന്നും രാത്രി കൃത്യം 12 മണിയാകുമ്പോൾ ഫസിൽ ആ ഓർമ്മയിൽ ഭയന്ന് നിലവിളിക്കുന്നത്. ഈ കഥയെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ റിച്ചാർഡ് അജ്മലിനോട് ചോദിച്ചു, എല്ലാം ശരി, പക്ഷേ താൻ എന്തിനാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്ന് ഫസിലിനെ അഡ്മിറ്റ് ചെയ്തത്? അതിന് അജ്മൽ നൽകിയ മറുപടി ഇതായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ വന്നാൽ മരിച്ചുപോയ ആളുകളെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ എവിടെയോ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസിലിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അങ്ങനെയെങ്കിലും അവൻ തൻ്റെ രോഹിതയെ ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് കരുതി. കാര്യങ്ങൾ മനസ്സിലാക്കിയ റിച്ചാർഡ്, ശരി, തനിക്കിനി പോകാമെന്നും പറഞ്ഞു. അങ്ങനെ അജ്മൽ അവിടെ നിന്നും യാത്രയായി. മരണശേഷം മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുമെന്നും അത് നേരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ യാത്ര തിരിക്കുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ചില ആത്മാക്കൾ തങ്ങളുടെ തീരാത്ത ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഭൂമിയിൽ തന്നെ നിലകൊള്ളാറുണ്ട്. മോക്ഷം പ്രാപിക്കാൻ കഴിയാത്ത അത്തരം ആത്മാക്കൾ ഇവിടെ തന്നെ എന്നും അലഞ്ഞു തിരിയും. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനു ശേഷം ആ ഹോസ്പിറ്റലിലെ പ്രേതശല്യങ്ങളെല്ലാം പൂർണ്ണമായി ഇല്ലാതായി. ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെല്ലാം റിച്ചാർഡ് കൃത്യമായി ചികിത്സ നൽകി ഭേദമാക്കിയെടുത്തു. തുടർന്ന് മ്യൂസിയം പണിയാൻ വേണ്ടി അവർ ആ ഹോസ്പിറ്റൽ കെട്ടിടം വിട്ടുകൊടുത്തു. ആ സംഭവത്തിന് ശേഷം ഡോക്ടർ സൈമൺ പിന്നീട് ഒരിക്കലും ഡോക്ടർ റിച്ചാർഡിനെ കണ്ടിട്ടേയില്ല. കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിചാരിതമായി ഡോക്ടർ സൈമൺ ഡോക്ടർ റിച്ചാർഡിനെ വീണ്ടും കണ്ടു. അവനെ കണ്ടതും സൈമൺ വിളിച്ചു, ഡോക്ടർ റിച്ചാർഡ്. പെട്ടെന്ന് റിച്ചാർഡ് തിരിഞ്ഞു നോക്കി ചോദിച്ചു, ആരാണ്? അപ്പോൾ സൈമൺ പറഞ്ഞു, എന്നെ മറന്നോ? ഞാൻ ഡോക്ടർ സൈമൺ ആണ്. പക്ഷേ റിച്ചാർഡിൻ്റെ ഭാവത്തിൽ യാതൊരു തിരിച്ചറിവും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, സുഹൃത്തെ, താങ്കൾക്ക് ആൾ മാറിയതാകും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. സൈമൺ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉറപ്പിച്ചു പറഞ്ഞു, എനിക്ക് ആൾ മാറിയിട്ടൊന്നുമില്ല. താങ്കൾ തന്നെയാണ് 2 വർഷം മുൻപ് എൻ്റെ കൂടെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. എന്നാൽ റിച്ചാർഡ് വളരെ ഗൗരവത്തിൽ അവന് മറുപടി നൽകി, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ US-ലാണ്. പിന്നെ എങ്ങനെയാണ് താൻ എന്നെ ഇവിടെ വെച്ച് കാണുന്നത്? തനിക്ക് ആൾ മാറിയത് തന്നെയാണ്. ഇത് കേട്ടതും സൈമൺ തീർത്തും പകച്ചുപോയി. അവൻ മനസ്സിൽ പറഞ്ഞു, ഇല്ലല്ല, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് കേട്ടതും റിച്ചാർഡ് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഈ കാലൊന്ന് കണ്ടോ? അപ്പോഴാണ് സൈമൺ ശ്രദ്ധിക്കുന്നത് ഡോക്ടർ റിച്ചാർഡിൻ്റെ ഒരു കാൽ കൃത്രിമമായ ഒരു പ്ലാസ്റ്റിക് കാലായിരുന്നു. ഞെട്ടലോടെ സൈമൺ ചോദിച്ചു, ഇതെന്ത് പറ്റിയതാ? റിച്ചാർഡ് അവൻ്റെ ആ കഥ വിശദീകരിച്ചു. 10 വർഷം മുൻപ് ഞാൻ ഹരിയാനയിലായിരുന്നപ്പോൾ അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ആ സ്ഫോടനത്തിലാണ് എനിക്ക് കാല് നഷ്ടപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ ഉപരിപഠനവും തുടർ ചികിത്സയൊക്കെയായി ഞാൻ US-ൽ തന്നെയായിരുന്നു. ഇതോടെ സൈമൺ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. അവൻ സ്വയം ചോദിച്ചു, അങ്ങനെയെങ്കിൽ
2 വർഷം മുൻപ് എൻ്റെ കൂടെ ആ ഹോസ്പിറ്റലുണ്ടായിരുന്ന ഞാൻ കണ്ട റിച്ചാർഡ് അതാരായിരുന്നു? സൈമന്റെ ചോദ്യം കേട്ട് റിച്ചാർഡ് പറഞ്ഞു, ചിലപ്പോൾ അത് അസ്രായേലായിരിക്കാം. എന്ന് പറഞ്ഞാൽ അതാരാ? സൈമൺ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ റിച്ചാർഡ് അതിൻ്റെ നിഗൂഢമായ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ദൂതന്മാരായിരുന്നവർ. എന്നാൽ പിന്നീട് അഹങ്കാരവും കലഹവും കാരണം അവർ ദൈവത്തോട് തന്നെ പൊരുതി. ഒടുവിൽ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവർ വന്ന് വീണ ആ ഇടമാണ് പിന്നീട് നരകം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അവരെയാണ് ദി ഫോളൻ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്. അതിൽപ്പെട്ട വളരെ ശക്തനായ ഒരു ഏഞ്ചൽ, അതായത് ഒരു ദുഷ്ടദൂതനാണ് അസ്രായേൽ. ആ മറുപടി കേട്ടതും സൈമൺ അടുത്ത ചോദ്യം ചോദിച്ചു, അവരെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്? അതിന് റിച്ചാർഡ് നൽകിയ മറുപടി ഇതായിരുന്നു, ഓരോ ദൂതന്മാർക്കും, അതായത് ഓരോ ഏഞ്ചൽസിനും ദൈവനിയോഗപ്രകാരം ഓരോ കർത്തവ്യങ്ങളുണ്ട്. അത് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ അസ്രായേലിൻ്റെ ദൗത്യം എന്താണ്? സൈമൺ വീണ്ടും ചോദിച്ചു. ഇപ്പോൾ റിച്ചാർഡ് അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ വേർപെടുത്തി അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ ദൂതനാണ് അസ്രായേൽ. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില ആത്മാക്കൾ ശരീരം നഷ്ടപ്പെട്ടാലും മോക്ഷം കിട്ടാതെ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിയാറുണ്ട്. അങ്ങനെ ഭൂമിയിൽ കുടുങ്ങിപ്പോകുന്ന ആത്മാക്കളെ കൃത്യമായി തേടിപ്പിടിച്ച് അവരെ പോകേണ്ട ഇടങ്ങളായ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തിക്കുക എന്നതാണ് അസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കടമ. ഇത്രയും പറഞ്ഞു നിർത്തിയ ശേഷം ഡോക്ടർ റിച്ചാർഡ് അവിടെ നിന്നും നടന്നുപോയി. ആ സമയം കൊണ്ട് ഡോക്ടർ സൈമണിൻ്റെ ട്രെയിനും വരാറായി. അദ്ദേഹം വേഗം തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും വന്ന ആ ട്രെയിനിൽ കയറി തൻ്റെ സീറ്റിലിരുന്നു. സീറ്റ് നമ്പർ 44. സമയം പതിയെ കടന്നുപോയി. കൃത്യം അർദ്ധരാത്രി 12 മണിയായി. പെട്ടെന്ന് ആ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ വന്ന് നിർത്തി. ആ വിജനമായ സ്റ്റേഷനിൽ നിന്നും ഒരാൾ മാത്രം ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വന്നു. നടന്നു വന്ന അയാൾ നേരെ വന്ന് സൈമണിന് തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. അയാൾ സൈമണെ നോക്കി പതിയെ ചോദിച്ചു, സൈമൺ അല്ലേ? അത്ഭുതത്തോടെ സൈമൺ തിരികെ ചോദിച്ചു, തനിക്ക് എന്നെ അറിയാമോ? അപ്പോൾ ആ അപരിചിതൻ ഒരു വിചിത്രമായി ചിരിയോടെ മറുപടി നൽകി, താങ്കളെ മാത്രമല്ല, താങ്കളുടെ ഭൂതകാലവും ഭാവിയും വർത്തമാനവും എല്ലാം എനിക്ക് നന്നായി അറിയാം. അയാളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ സൈമൺ പറഞ്ഞു, എങ്കിൽ പറ, ഞാനൊന്ന് കേൾക്കട്ടെ. അതോടെ ആ അപരിചിതൻ സൈമണിന്റെ ജീവിത രഹസ്യങ്ങൾ ഒന്നൊന്നായി തുറന്നു പറയാൻ തുടങ്ങി. താങ്കളുടെ ഭാര്യയും മകളും മരിച്ചതിന് ശേഷമാണ് താങ്കൾ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്, അവിടെ ജോലിക്കും ചെയ്യുന്നത്. താങ്കൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വേൾഡ് ഡോക്ടേഴ്സ് അവാർഡ് നേടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ താങ്കളുടെ മരണശേഷമേ ആ അവാർഡ് താങ്കളെ തേടി എത്തുകയുള്ളൂ. അതിനെല്ലാം ഉപരി 2 വർഷം മുൻപ് ആ ഹോസ്പിറ്റലിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ച് താങ്കളിപ്പോൾ വലിയ അസ്വസ്ഥതയിലാണ്. ഇത് കേട്ടതും സൈമൺ ആകെ അത്ഭുതപ്പെട്ടു പോയി. അവൻ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും കൃത്യമായി ശരിയാണല്ലോ. ആരാണ് താങ്കൾ? കൈനോട്ടക്കാരനാണോ അതോ ജ്യോത്സ്യനാണോ? അപ്പോൾ ആ പരിചിതൻ സൈമണെ നോക്കി പതിയെ മറുപടി നൽകി, അല്ല സൈമൺ, ഞാൻ അസ്രായേലാണ്.